നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളായി കേരള പി എസ് ചോദിച്ചിട്ടുള്ള സയൻസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്, എസ്പെഷ്യലി ബയോളജി ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ ഇനിയും ഈ ഭാഗത്തു നിന്നിൻ്റെ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുകൂടി നോക്കിപ്പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ്. ഓപ്ഷൻ എ മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്. ആൻസർ, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഓപ്ഷൻ ഡി, ഇരുമ്പാണ് ലോഹം. ഇനി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീമോഗ്ലോബിൻ ആരാണ്? ഹീമോഗ്ലോബിൻ ഒരു വർണ്ണ വസ്തുവാണ് അല്ലേ? ഹീമോഗ്ലോബിൻ ഒരു വർണ്ണ വസ്തുവാണ്. ഹീമോഗ്ലോബിൻ എവിടെ കാണുന്നു? എവിടെയാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുക? അതായത് നമ്മുടെ ബ്ലഡിലുള്ള അല്ലേ ചുവന്ന രക്താണുക്കൾ എന്ന് പറയും, അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ. വേറൊരു പേരെന്താണ്? അരുണ രക്താണുക്കൾ എന്ന് പറയും. അതിലുള്ള നമുക്ക് ബ്ലഡിനകത്ത് 3 തരം കോശങ്ങളുണ്ട്. റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, അതായത് ചുവന്ന രക്താണുക്കളുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ശ്വേതരക്താണുക്കൾ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. അതിൽ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്ന വർണ്ണവസ്തു, ആ ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ, HB എന്ന് പറയും അല്ലേ? ഹീമോഗ്ലോബിൻ ചുവപ്പ് നിറം കൊടുക്കുന്ന അല്ലെങ്കിൽ അരുണ നിറം കൊടുക്കുന്ന ആ വർണ്ണ വസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനാണ് എന്ത് ചെയ്യുക? ഇരുമ്പ് കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ്. ആ ഹീമോഗ്ലോബിൻ തന്നെയാണ് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ട ഓക്സിജൻ വഹിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോവുക. ആ പ്രോസസ്സ് അറിയാവുന്നതായിരിക്കും. ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നു. ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അങ്ങനെയാണത് ബ്ലഡ് വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമാവുന്നു. എവിടെയൊക്കെയാണോ ഓക്സിജൻ, എല്ലാ കലകൾക്കും എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ കൊടുത്തിട്ട് ഡിയോക്സി ഹീമോഗ്ലോബിൻ തിരിച്ചത് പോവുകയും ചെയ്യും. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ എത്രമാത്രം എഫക്റ്റ് അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യം ഹീമോഗ്ലോബിൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് വേണം? അതിൽ ഈ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. അപ്പോൾ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ഉണ്ടെങ്കിൽ മാത്രമേ ഹീമോഗ്ലോബിൻ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇരുമ്പ് ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. ഇനി ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗമുണ്ട്. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. ഇതിന് ഇരുമ്പുണ്ട് അല്ലേ? ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പുകളായിട്ടാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുക. ഇതിൻ്റെ പ്രോട്ടീൻ ഭാഗം, അതായത് ഹീമോഗ്ലോബിൻ്റെ പ്രോട്ടീൻ ഭാഗം എന്ന് പറയുന്നത് ഗ്ലോബിൻ എന്ന് പറയും. ഇതിൻ്റെ പ്രോട്ടീൻ ഭാഗമാണെന്ത്? ഗ്ലോബിൻ. അതിൻ്റെ ഇരുമ്പടങ്ങിയ ഭാഗമുണ്ട്, അതാണ് ഹീം എന്ന് പറയും. ഹീമിലാണ് ഈ ഇരുമ്പെന്ന് പറയുന്ന ലോഹം അടങ്ങിയേക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ 2 ഭാഗമുണ്ട്. അതിൻ്റെ പ്രോട്ടീൻ ഭാഗം ഗ്ലോബിൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇരുമ്പടങ്ങിയ ഭാഗമാണെന്ത്? ഹീം എന്ന് പറയുക. അപ്പോൾ ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പുകളാണ് അവിടെ കാണപ്പെടുക. ഇരുമ്പെന്ന് പറയുമ്പോൾ അയൺ, അതിൻ്റെ ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പുകളായിട്ടാണ് ഈ ഹീം പോർഷനിൽ കാണപ്പെടുക. ഹീമോഗ്ലോബിൻ 2 പാർട്ടുണ്ട്. ഒന്ന് ഹീം പോർഷനും ഗ്ലോബിനുമുണ്ട്. ഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അത് പ്രോട്ടീൻ പാർട്ടാണ്. അല്ലെങ്കിൽ ഹീം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പ് അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ ഗ്ലോബിനിലും ഈ ഒരു ഗ്ലോബിൻ 4 ഹീം ഗ്രൂപ്പുമായി ചേർന്നാണ് കാണപ്പെടുക. ഈ ഒരു ഗ്ലോബിൻ ഈ 4 ഹീം ഗ്രൂപ്പുകളുമായി കൂടിച്ചേർന്നാണ് ഹീമോഗ്ലോബിൻ ആവുക. ഈ ഒരു ഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ പാർട്ട് ഈ ഹീമിൻ്റെ 4 ഇരുമ്പുണ്ടല്ലോ അതുമായി ചേർന്നാണ് ഹീമോഗ്ലോബിനായിട്ട് കാണപ്പെടുക. സോ ഹീമോഗ്ലോബിൻ ഒരു പോളിപെപ്റ്റൈഡാണ്. എന്താണത്? പോളിപെപ്റ്റൈഡാണ് ഹീമോഗ്ലോബിൻ. ഇനി ഹീമോഗ്ലോബിൻ തന്നെ എടുക്കുകയാണെങ്കിൽ മുതിർന്നവരിൽ ഹീമോഗ്ലോബിൻ A എന്നായിരിക്കും കാണപ്പെടുക അല്ലേ? ഏറ്റവും ചെറുതിൽ അല്ലെങ്കിൽ ഫീറ്റസിലൊക്കെ ഹീമോഗ്ലോബിൻ F എന്നാണ് പറയുക. ഇനി വേറെ ഹീമോഗ്ലോബിൻ S ഉണ്ട്. എന്താണ്? സിക്കിൾ ഷേപ്ഡായ ഹീമോഗ്ലോബിൻ ഉണ്ട്. അത് അസുഖമാണത്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും. അതിൽ ഹീമോഗ്ലോബിൻ S ആണ്. എന്ന് പറയുമ്പോൾ മുതിർന്നവരിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനാണ് സാധാരണ കാണപ്പെടുന്നത്. F എന്ന് പറയുമ്പോൾ എന്താണത്? ഫീറ്റസിൽ ഭ്രൂണത്തിൽ കാണപ്പെടുന്നതാണ് ഹീമോഗ്ലോബിൻ F എന്ന് പറയുക. S എന്ന് പറയുമ്പോൾ എന്താണ്? ഹീമോഗ്ലോബിൻ S എന്ന് പറഞ്ഞാൽ അത് അസുഖമുള്ളത്, അതായത് സിക്കിൾ ഷേപ്ഡ് ഹീമോഗ്ലോബിൻ, അരിവാൾ രോഗം എന്നൊക്കെ പറയില്ലേ, അതാണ് സിക്കിൾ ഷേപ്ഡ്. അരിവാൾ രോഗമുള്ളവരിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ ഏതാണ്? ഹീമോഗ്ലോബിൻ S എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. ഇരുമ്പിൻ്റെ 4 ഗ്രൂപ്പ് എന്നൊക്കെ ഓർത്തോണം കേട്ടോ. ഇരുമ്പെന്താണ് പറയുക. ഇനി എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്?
ഇവിടെ ഓപ്ഷൻ ലെപ്റ്റോസ്പൈറ ഉണ്ട്, കോറിനി ബാക്ടീരിയ ഉണ്ട്, എർസീനിയ പെസ്റ്റിസ് ഉണ്ട്, ട്രിപ്പോണിമ പാലിഡി. അതിൽ എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനിക്ക് കാരണം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറാജിയ എന്ന് പറയുക. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറാജിയ. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോഹെമറാജിയ എന്നാണ് പറയുക. എലിപ്പനിക്ക് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ഓക്കെ, ഇത് ബാക്ടീരിയ ആണിത്. ഇനി ഈ പറയുന്ന എർസീനിയ പെസ്റ്റിസ്, കോറിനി ബാക്ടീരിയ എന്ന് പറയുന്നതൊക്കെ അതെല്ലാം ബാക്ടീരിയ അസുഖമുള്ള പരത്തുന്നവയാണ്. അപ്പോൾ ഇതിൽ കോറിനി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിനി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന തൊണ്ടമുള്ള ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണിത് കോറിനി ബാക്ടീരിയ, കൊറൈൻ ബാക്ടീരിയ. ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ജീവി ഏതാണ്? കോറിനി ബാക്ടീരിയ ഏതാണ്? ഡിഫ്തീരിയ. കോറിനി ബാക്ടീരിയ, ഡിഫ്തീരിയാണ് കോറിനി ബാക്ടീരിയ. എർസീനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞാലും എന്താണിത്? പ്ലേഗ് ഉണ്ടാക്കുന്നവയാണെന്ത്? എർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരിയാണ് ആര്? എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്നത്. രോഗകാരി എർസീനിയ പെസ്റ്റിസ്. ഓക്കെ, പ്ലേഗ് ആണിത്, പ്ലേഗ്. ഇനി ട്രിപ്പോണിമ പല്ലേഡിയം. ട്രിപ്പോണിമ എന്ന് പറഞ്ഞാൽ സിഫിലിസ് ആണ്. സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ലൈംഗിക രോഗമാണ് ശരിക്കും. അതാൽ സിഫിലിസ് രോഗമാണ്. ട്രിപ്പോണിമ പല്ലേഡിയം. ട്രിപ്പോണിമ പല്ലേഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സിഫിലിസ് രോഗം. സിഫിലിസ് ആണ്. സിഫിലിസ് രോഗത്തിന് കാരണമായതാണ് ട്രിപ്പോണിമ പല്ലേഡിയം. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്താണ്? എലിപ്പനിക്ക് കാരണമായ രോഗമാണ്. കോറിനി ബാക്ടീരിയ എന്താണ്? പ്ലേഗ്. കോറിനി ബാക്ടീരിയ ഡിഫ്തീരിയാണ്. കോറിനി ബാക്ടീരിയ ഡിഫ്തീരിയാണ്. എർസീനിയ പെസ്റ്റിസ് പ്ലേഗാണ്. ട്രിപ്പോണിമ പല്ലേഡിയം എന്താണ്? സിഫിലിസ് രോഗമുണ്ടാക്കുന്ന രോഗകാരിയാണെന്ത്? ട്രിപ്പോണിമ പല്ലേഡിയം അല്ലേ. മറ്റു പല അതായത് ഇപ്പോൾ നമ്മുടെ തൊണ്ടക്കാറിലൊക്കെ സാധാരണ ചോദിക്കുന്നതൊക്കെ ഉണ്ട്. തൊണ്ടക്കാറിലുമൊക്കെ ഉണ്ട്. തൊണ്ടക്കാറിന് കാരണമായ സൂക്ഷ്മാണുജീവി ഏതാണ്? തൊണ്ട വെറുതെ ചുമയ്ക്കുന്നത്, തൊണ്ട കാറുന്നത് കറ നനയ്ക്കുന്നത്. അതിന് കാരണം എന്താ? സ്ട്രെപ്റ്റോകോക്കസ് ആണിത്. സ്ട്രെപ്റ്റോകോക്കസ്. തൊണ്ട കാർന്ന് എപ്പോഴും ചോദിക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ്. തൊണ്ട കാറിന് കാരണമായ സൂക്ഷ്മാണു ആണെന്ത്? സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും. ഓക്കെ, ഇനിയുള്ളത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? എംഫീസിമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഇതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതകാലത്തിനിടയ്ക്ക് നമുക്ക് വന്നുപെടുന്ന രോഗങ്ങൾ, നമ്മുടെ അനാരോഗ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ മോശം അവസ്ഥ കൊണ്ട് വന്നുപെടുന്ന അവസ്ഥകളാണ് അതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുക. നമ്മുടെ ശരീരത്തിൻ്റെ മോശം അവസ്ഥ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണെന്ത്? ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ചിട്ടയായ ജീവിത രീതി ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ താളപ്പിഴ വഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണെന്ത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുക. ഇവിടെ എംഫീസിമയുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, ഹിമോഫീലിയ ഉണ്ട്, സിക്കിൾ സെൽ അനീമിയ ഇതൊക്കെ വരുന്നുണ്ട്. ഇവിടെ എംഫീസിമയും ഫാറ്റി ലിവറും നമുക്കത് പ്രതീക്ഷിക്കാം. ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? എംഫീസിമയും ഫാറ്റി ലിവറും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും ശരിക്കും എന്താണ്? ജനിതക രോഗങ്ങളാണ്. പാരമ്പര്യ ജനിതക രോഗങ്ങളാണിത്. പാരമ്പര്യ ജനിതക രോഗങ്ങൾ. ജീൻസിൻ്റെ ജനിതക രോഗം, ജീൻസിൻ്റെ കുഴപ്പങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പാരമ്പര്യ ജനിതക. ഇപ്പോൾ അത് ഒരു ഫാദറിനുണ്ടെങ്കിൽ അത് മക്കൾക്കുണ്ടാവും വല്യച്ഛനുണ്ടെങ്കിൽ മക്കൾക്കുണ്ട്. അങ്ങനെ പാരമ്പര്യമായ ജീനിൻ്റെ എഫക്റ്റ് കൊണ്ട് പാരമ്പര്യമായി കിട്ടുന്നതാണെന്ത്? പാരമ്പര്യ ജനിതക രോഗങ്ങൾ. ഏതൊക്കെയാണത്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോഴത് ഹീമോഗ്ലോബിൻ സിക്കിൾ ഷേപ്ഡായിട്ട് മാറുമ്പോൾ അത് ജീനിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് സിക്കിൾ ഷേപ്ഡ് ആ ജീൻ, നമ്മുടെ ജീനുണ്ട്. അതായത് ജീൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുക നമ്മുടെ ഓരോ കോശങ്ങളിനകത്ത് ആ കോശങ്ങളിൽ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അവിടെ DNA ഉണ്ട് കോശങ്ങളുടെ നടുക്ക് സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ DNA ഉണ്ട്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. അതിനകത്ത് ക്രോമസോംസ് ഉണ്ട്. ക്രോമസോമുകളിൽ ജീൻസ് ഉണ്ട് ഓരോ ക്രോമസോമുകൾ ജീനുണ്ട്. അപ്പം ആ ജീനുകൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക നമ്മുടെ ബോഡിക്കകത്തുള്ള കോശങ്ങളിലുള്ള അതിൽ ന്യൂക്ലിയസിലുള്ള DNA ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മുടെ ഓരോ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓരോന്നിനും തന്നെ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോൾ ഈ ജീനിൻ്റെ കുഴപ്പം കൊണ്ട്, അപ്പോൾ ജീനെന്ന് പറയുമ്പോൾ അത് പാരമ്പര്യമായിട്ടതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും ഫാദറിനുണ്ടെങ്കിൽ മക്കൾക്കാവുന്നുണ്ട്, മദറിനുണ്ടെങ്കിൽ മക്കൾക്കാവുന്നുണ്ട്, വല്യപ്പനുണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങനെ വരുന്ന സംഭവങ്ങൾ. അപ്പം പാരമ്പര്യമായി വരുന്ന അസുഖങ്ങളാണെന്ത്?
ജനിതക രോഗങ്ങൾ എന്ന് പറയാം. ഉദാഹരണം ഹീമോഫീലിയ, സിക്കിൾ സെൽ, ഇനി മറ്റെന്ത് പറയാം, അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് അല്ലേ, ഈ കളർ മാറി കാണുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതാണെന്ത് ജനിതക രോഗം. അപ്പം എംഫീസിയം ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമുക്ക് ലിവർ കാരല്ല, ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദിനചര്യകളുടെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന അസുഖമാണെന്ത് ഫാറ്റി ലിവർ എന്ന് പറയും അല്ലേ. അത് രണ്ട്. എന്നാൽ വേറെ മറ്റു തൊഴിൽജന്യ രോഗങ്ങളുണ്ട്, അത് തൊഴിലിൻ്റെ പരമായി നമുക്ക് കിട്ടുന്ന രോഗങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ആഹാര ശൃംഖലയിൽ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയും ഉണ്ടതുപോലെ എന്താണ് പ്രൊഡേറ്റർ ഭക്ഷ്യശൃംഖലയുണ്ട്, പരാത ശൃംഖലയുണ്ട്, ഡെട്രൈറ്റിസ് ശൃംഖലയുണ്ട്. അതായത് നമ്മുടെ ഭക്ഷ്യശൃംഖലയിൽ തന്നെ, ആഹാര ശൃംഖലയിൽ തന്നെ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയുണ്ട്, അതുപോലെ പ്രൊഡേറ്റർ ഭക്ഷ്യശൃംഖലയുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുന്നത് പരാത ഭക്ഷ്യശൃംഖലയുണ്ട്, പരാതങ്ങൾ വരുന്നതുണ്ട്, അതുപോലെ തന്നെ ഡെട്രൈറ്റിസ് ശൃംഖലയുമുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല? അതായത് ഉൽപ്പാദകരിൽ തുടങ്ങി മാംസഭുക്കുകളിൽ അവസാനിക്കുന്നതാണെന്ത് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല. ഉൽപ്പാദകരിൽ തുടങ്ങിയിട്ട് മാംസഭുക്കുകളിൽ അവസാനിക്കുന്നതാണെന്ത് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുക. സാധാരണ ഭക്ഷ്യശൃംഖല നമ്മൾ ആഹാര ശൃംഖല എടുക്കുകയാണെങ്കിൽ അല്ലേ, അതായത് അവിടത്തേക്കിന് ഉൽപ്പാദകരുണ്ടാവും, ഉപഭോക്താക്കളുണ്ട്, വിഘാടകരുമുണ്ട്. സാധാരണ ഒരു ആഹാര ശൃംഖല എന്ന് പറയുമ്പോൾ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരുണ്ട്, ഉപഭോക്താക്കൾ അവരെ കഴിക്കുന്നവരുണ്ട്, അതിനെ വിഘടിക്കുന്ന വിഘാടകരുമുണ്ട്. ഉൽപ്പാദകരും ഉപഭോക്താക്കളും വിഘാടകരും അടങ്ങിയതാണ് സാധാരണ ആഹാര ശൃംഖല. ഇവിടെ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പാദകരിൽ തുടങ്ങിയിട്ട് മാംസഭുക്കുകളിൽ അവസാനിക്കുന്നതാണ് എന്താ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ഇതാരൊക്കെയാണ്? രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആദ്യം ഏതായിരിക്കും വരിക? ഉൽപ്പാദകർ തന്നെയാണ് ആദ്യം വരിക അല്ലേ. അതിലിവിടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നില്ല. പ്രാഥമിക ഉപഭോക്താക്കളുണ്ട്, ദ്വിതീയവുമുണ്ട് അല്ലേ. അപ്പോൾ രണ്ടാം പോഷണതലം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോഷണതലം എന്താണ് ഇവിടെ വരുന്നത്? പ്രാഥമികമാണ് അല്ലേ. സെക്കൻഡ് ദ്വിതീയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ ശരിക്കും എന്താണ്? ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ജീവി എന്ന് ചോദിച്ചേക്കുന്നില്ലേ. ഉൽപ്പാദകരാണോ, പ്രാഥമിക ഉപഭോക്താക്കളാണോ, മാംസാഹാരികളാണോ, ദ്വിതീയ ഉപഭോക്താക്കളാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കുള്ള ആൻസർ എന്താണ്? രണ്ടാം പോഷണതലം ആരാ വരിക? പ്രാഥമിക ഉപഭോക്താക്കളാണ് വരിക. ആരാണ് വരിക? പ്രാഥമിക ഉപഭോക്താക്കളാണ് വരിക അല്ലേ. അപ്പോൾ ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട് ഉൽപ്പാദകർ മാംസാഹാരിയാണ്. ഇതിൽ രണ്ടാം പോഷണതലത്തിൽ വരുന്ന ആരാണ്? പ്രാഥമിക ഉപഭോക്താക്കളാണ് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ആഹാര ശൃംഖല എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ഉൽപ്പാദകരുണ്ട്, ഉപഭോക്താക്കളുണ്ട്, വിഘാടകരുണ്ട് അല്ലേ. അപ്പോൾ പ്രാഥമികവുമുണ്ട്, ദ്വിതീയമുണ്ട്, തൃതീയവും എന്തുണ്ട്? ഉപഭോക്താക്കളുണ്ട്. ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആര് തന്നെയാണ് ഇല്ലേ? ഒരു ആഹാര ശൃംഖലയിലെ ആവാസ വ്യവസ്ഥ ഉൽപ്പാദകർ ശരിക്കും ആരാണ്? അവിടെ ഹരിതസസ്യങ്ങൾ തന്നെയാണ് ഇല്ലേ. ഹരിതസസ്യങ്ങളാണ് എപ്പോഴും എന്തവിടെ ഉൽപ്പാദകർ എന്ന് പറയുക. അതായത് ആഹാരം ഉണ്ടാക്കുന്നവർ ഇല്ല, ഹരിതസസ്യങ്ങളാണ് ഇല്ല. അന്തരീക്ഷത്തിലുള്ള സൂര്യപ്രകാശം, അതുപോലെ ഇലകളിലുള്ള ഹരിതകം, മറ്റു അസംസ്കൃത വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആഹാരം ഉണ്ടാക്കുന്നു. ഇവിടെ ഹരിതസസ്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് പറയുന്നുണ്ട്? ഉൽപ്പാദകർ ശരിക്കും ആരാണ്? ഹരിതസസ്യങ്ങളാണല്ലേ. ഇനി അടുത്ത ഘട്ടം ആ ഉൽപ്പാദകരുടെ ആ ഒരു സ്റ്റെപ്പ് നെക്സ്റ്റ് രണ്ടാം പോഷണതലമാണ്. അവിടെ ആരൊക്കെ വരുന്നുണ്ട്? ഉപഭോക്താക്കൾ വരുന്നുണ്ട് അല്ലേ. അവർ പ്രാഥമിക ഉപഭോക്താക്കളുണ്ട്, ദ്വിതീയമുണ്ട്. പ്രാഥമികമുള്ള ഉപഭോക്താക്കൾ കഴിക്കുന്നവരുണ്ട്, ദ്വിതീയമായി കഴിക്കുന്നവരുണ്ട്, തൃതീയവുമുണ്ട്. അങ്ങനെ 3 തരത്തിൽ ഉപഭോക്താക്കളുണ്ട്. അപ്പോൾ ഉപഭോക്താക്കൾ ശരിക്കും എന്താണ്? നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ജന്തുക്കളും എന്താണ്? ഉപഭോക്താക്കളാണ്. നേരിട്ടോ അല്ലാതെയോ സസ്യങ്ങളെ ആശ്രയിച്ച്, അതായത് ഉൽപ്പാദകരെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ജന്തുക്കളും എന്താണ്? ഉപഭോക്താക്കളാണ് അല്ലേ. അവരിൽ പ്രാഥമിക ഉപഭോക്താക്കൾ ആദ്യം കഴിക്കുന്ന അല്ലേ, ഹരിതസസ്യങ്ങളെ ആദ്യം കഴിക്കുന്നവർ പ്രാഥമികമാണ്. അവർ പ്രാഥമികം എന്ന് പറയുന്നത് എക്സാമ്പിൾ മാനും മുയലും ഒക്കെ നേരിട്ട് കഴിക്കുന്ന ഹരിതസസ്യങ്ങൾ നേരിട്ട് കഴിക്കുന്നവരാണ്. നെക്സ്റ്റ് വരുന്നത് അവരെ കഴിക്കുന്നവരെന്താണ്? ദ്വിതീയ ഉപഭോക്താക്കളാണ്, രണ്ടാമത്തെ ആൾക്കാർ
അല്ലേ? അത് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് തവളയൊക്കെ അല്ലേ, പുൽച്ചാടി തവള കഴിക്കാറുണ്ട്. അടുത്ത എന്താണ്? തൃതീയമാണ് മൂന്നാമത്തത്. ഈ രണ്ടാമത്തെ ആൾക്കാരെ കഴിക്കുന്നതിനാണ് തൃതീയം വരിക. അതായത് നമ്മുടെ കഴുകനും സിംഹവും അതുപോലെ വലിയ വലിയ ജീവികൾ മാംസാഹാരികളൊക്കെ തൃതീയ ഉപഭോക്താക്കളാണ് വരിക. അപ്പോൾ അതാണ് ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ. അടുത്തത് എന്താ? വിഘാടകരാണ്. നമ്മുടെ ഈ സസ്യങ്ങളെയും ജന്തുക്കളെയും അവരുടെ ചത്തു കഴിയുമ്പോൾ അതിനെ വിഘടിപ്പിക്കുന്ന, ജീർണിപ്പിക്കുന്ന സൂക്ഷ്മജീവികളാണെന്ത്? വിഘാടകർ. അതായത് സസ്യങ്ങളും ജന്തുക്കളും മരിച്ചു കഴിയുമ്പോൾ ആ മൃതശരീരത്തെ ജീർണിപ്പിക്കുന്ന സൂക്ഷ്മജീവികളാണെന്ത്? വിഘാടകർ എന്ന് പറയുക. അപ്പോൾ ഇത് മൂന്നും അടങ്ങിയതാണ് ശരിക്കും ഒരു ആഹാര ശൃംഖല എന്ന് പറയുക അല്ലേ? ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയാണ് അല്ലേ? ഗ്രേസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉൽപ്പാദകർ ടു മാംസ്യഭുക്കുകൾ മാത്രം വരെ അടങ്ങിയതാണ്. അതാണ് ഗ്രേസിംഗ് എന്ന് പറയും. അതിനകത്ത് തന്നെ ഗ്രേസിംഗ് ഉണ്ട്. അടുത്ത ശൃംഖല വേറെ പ്രഡേറ്റർ ശൃംഖല എന്ന് പറയും. പ്രഡേറ്റർ നമുക്ക് പറയാം, ഇംഗ്ലീഷ് വാക്ക് നമുക്കെന്തറിയാം, ഇരപിടിയന്മാരായ ജന്തുക്കളാണ് വരിക. അവിടെ ഇരപിടിയന്മാർ ജന്തുക്കൾ ഉൾപ്പെടുന്നതാണെന്ത്? പ്രഡേറ്റർ വരിക. മറ്റൊന്നുണ്ട് പരാത ശൃംഖല, പരാതങ്ങൾ വരുന്നതാണ്. പരാതങ്ങൾ അല്ലേ? ഉൽപ്പാദകരിലും ഉപഭോക്താക്കളിലും ഒക്കെ എന്തുണ്ട്? പരാതജീവിയുണ്ട്. അവരൊക്കെ അടങ്ങിയതാണെന്ത്? പരാത ശൃംഖല എന്ന് പറയുക. ഡെട്രൈറ്റസ് ശൃംഖല, ഡെട്രൈറ്റസ് എന്ന് പറയും. ചോദിച്ചിട്ടൊരു പ്രാവശ്യം ചോദിച്ചാണിത്. മൃതവസ്തുക്കൾ തുടങ്ങിയിട്ട്, അതായത് വിഘാടകർ അല്ലേ, അത് തുടങ്ങിയിട്ട് വിഘാടകരിലൂടെ അകാർബണി പദാർത്ഥങ്ങളിൽ അവസാനിക്കുന്നതാണെന്ന് ഭക്ഷ്യശൃംഖലയാണ് ഡെട്രൈറ്റസ്. അതായത് മൃതവസ്തുക്കൾ തുടങ്ങി വിഘാടകരിലൂടെ അകാർബണിക പദാർത്ഥങ്ങളിൽ അവസാനിക്കുന്നതാണ് ഈ ശൃംഖല. അതായത് നമുക്ക് പറഞ്ഞാൽ ഒരു ജീവി മരിച്ചു കഴിയുമ്പോൾ അതിൽ വിഘാടകർ അല്ലേ, ബാക്ടീരിയ വൈറസ് അതുപോലുള്ള പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കിന് അവിടെ തുടങ്ങുന്നില്ലേ, അതിനെന്താക്കി മാറ്റുന്ന പറയത്തില്ല, പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കും എന്നൊക്കെ പറയുന്ന പോലെ അത് ചെറിയ ചെറിയ അണുക്കൾ, ചെറിയ ചെറിയ വായുകൾ അല്ലെങ്കിൽ കാർബണിക വസ്തുക്കളായിട്ടത് മാറ്റും. ഇതാണ് അകാർബണികൾ മാറ്റും. മിനറൽസൊക്കെ ആയിട്ട് അലിഞ്ഞില്ലാതാകും. അപ്പോൾ അവിടെ വരെയാണ് എന്ത് സംഭവം പറയുക. അപ്പോൾ നമ്മളൊരു ഇല കിടന്നാലും കുറേ കഴിയുമ്പോൾ അത് ചതഞ്ഞറിഞ്ഞില്ലേ, ഒരു പൊടി പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അത് അകാർബണികമായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു തവളയോ ഓന്തോ എന്ത് ചത്ത് കിടന്നാലും അത് പൊടിഞ്ഞില്ലാണ്ടായി ഇത് മണ്ണോട് ചേരുന്ന അവസ്ഥയാണ് ഇത് അകാർബണികമായി ചേരുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു മൃതശരീരത്തിൽ തുടങ്ങിയിട്ട് വിഘാടകരിലൂടെ വന്നിട്ടിങ്ങനെ അകാർബണികമായി മാറുന്നതാണെന്ത്? ഡെട്രൈറ്റസ് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വിഘാടകർ വിഘടിപ്പിക്കുന്ന സംഭവം നടക്കുന്ന അവിടെ.